കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. രക്ഷാപ്രവർത്തനത്തിന് മണ്ണുമാന്തി യന്ത്രം എത്താൻ വൈകിയെന്ന വാദം തെറ്റാണെന്നും ചുറ്റുവട്ടത്തെ കെട്ടിടങ്ങൾ പൊളിച്ചാണ് സംഭവസ്ഥലത്തേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിച്ചതെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ഈ അപകടം നടന്ന സ്ഥലത്ത് അപകടം നടന്നൊരു 15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയും ബാക്കി മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് പറയുന്നത്. സുരക്ഷ ഈ അപകടത്തിന് ശേഷം നടന്ന റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിൽ ഒരു അമാന്തമോ അലംഭാവമോ ഇല്ലയെന്ന് മാത്രമല്ല, വളരെ കാര്യക്ഷമമായിട്ടും വളരെ അതിവേഗത്തിലുമാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ ആ വാർഡുകളിൽ വാർഡ് 11, വാർഡ് 14, വാർഡ് 10 തുടങ്ങിയ വാർഡുകളിലുണ്ടായിരുന്ന 110ഓളം രോഗികളെ ഏതാണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ സുരക്ഷിതമായിട്ട് മറ്റ് സേഫായിട്ട് വാർഡുകളിലേക്ക് മാറ്റാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്, സ്റ്റുഡൻസ്, PG റെസിഡൻസ് എല്ലാവരും കൂടി ചേർന്നത്. ദാറ്റ് ഈസ് ഓൺ വൺ സൈഡ്, ഫർദർ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പഴയ കെട്ടിടമാണ്. അതിൻ്റെ രീതി കൊണ്ട് അങ്ങോട്ട് JCB എത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആ JCBകൾ 3 ഹിറ്റാച്ച്, ചെറിയ രീതിയിലുള്ള ഹിറ്റാച്ചുകൾ ആ ബ്രിഡ്ജിൽ കൂടി ഇവിടെ കൊണ്ടുവന്ന് അവിടെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി എത്തി. അതിൻ്റെ മിനിമം സമയം മാത്രമേ അവിടെ എടുത്തിട്ടുള്ളൂ. ആ ഒരു മിനിമം സമയത്തിനുള്ളിൽ അവിടെ എത്തുകയും അതൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ 11:45 കൂടി തന്നെ അവിടെ JCBകൾ എത്തുകയും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ നടക്കുകയും ചെയ്തു.